എൻ്റെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു RGB സ്പ്ലിറ്റ് ആനിമേഷൻ ആണ്. enve ഉപയോഗിച്ചാൽ എങ്ങനെ ഒരു RGB സ്പ്ലിറ്റ് ആനിമേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പ്ലഗിൻസ് ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ enveക്ക് വന്നിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ്, ഡെവലപ്പേഴ്സ് കുറവാണ്. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി കുറച്ച് പ്ലഗിൻസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ആ പ്ലഗിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആനിമേഷൻസ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ആനിമേഷൻസ് ചെയ്യാം, പിന്നെ ചെറിയ ഗ്ലിച്ച് ആനിമേഷൻ ചെയ്യാം, പിന്നെയുള്ള സ്പ്ലിറ്റ് ആനിമേഷൻ ആണ്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്ലഗിൻ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ഫയലാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഈ .frag എന്ന് തീരുന്ന ഫയലും പിന്നെ .gri എന്ന് പറയുന്ന ഫയലാണ്. അപ്പോൾ ഈ രണ്ട് ഫയലിലും ഒരേ പേരായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരേ പേരുള്ള ഈ രണ്ട് ഫയലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് ചെയ്യില്ല. ഇവിടെ കോഡ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് സിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പം അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സേവ് ഫയലിന് കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫയർഫോക്സ് ക്ലോസ് ചെയ്യാം. നേരെയല്ല ഡൗൺലോഡ്സിനകത്ത് ഇത് നമ്മുടെ ഫയൽ കിടക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എക്സ്ട്രാക്ട് ഇയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, ചെല്ലുക. അവിടെ നമുക്ക് രണ്ട് ഫയൽ കിടപ്പുണ്ട്, RGB സ്പ്ലിറ്റ്. അപ്പോൾ ഇവിടെ വേറെയും കുറച്ച് പ്ലഗിൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് എന്ത് ചെയ്യണം, രണ്ടും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കോപ്പി ക്ലിക്ക് ചെയ്യുക, ഹോമിൽ വരിക. ഇവിടെ നമുക്ക് enveയുടെ ഒരു ഫോൾഡർ ഉണ്ട്, കുറേ സെറ്റിങ്സും അങ്ങനെയുള്ള ഫോൾഡേഴ്സ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ ഈ ഫോൾഡർ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം കാണാൻ വേണ്ടി വളരെ എളുപ്പമാണ്. കീബോർഡിലെ കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള ഫോൾഡേഴ്സ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇവിടെ .env എന്ന് പറയുന്ന ഫോൾഡർ കിടപ്പുണ്ട്. ഇതല്ലാതെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് അത് എന്ന് കഴിഞ്ഞാൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് ഉപയോഗിച്ചാണെങ്കിലും നമുക്കിങ്ങനെ ഫോൾഡർ കാണാവുന്നേ ഉള്ളൂ. .env എന്ന് പറഞ്ഞ ഫോൾഡറിൽ കയറുക, ഷെയ്ഡർ എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ അവിടെ ഉണ്ട്, അത് കയറുക. അപ്പോൾ ഓർക്ക് env നേരത്തെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൾഡർ ക്രിയേറ്റ് ആകത്തുള്ളൂ. അപ്പം ഓക്കെ, അപ്പോൾ ഒന്ന് env ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്താലും മതി. നിങ്ങൾ env ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഇപ്പം ഷെയ്ഡർ എഫക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡറാണ്, അതിനകത്ത് കയറിയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. നേരെയല്ല env ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു ക്യാൻവാസ് ആണ്. ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. നമുക്ക് ക്യാൻവാസ് വന്നിട്ട് ഇവിടെ ഇതെല്ലാം മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമൊന്നുമില്ല. സെക്കൻഡ്സ് എടുക്കാം. നമുക്കൊരു 3 ഫ്രെയിം എടുക്കാം, 3 സെക്കൻഡ്സ് എടുക്കാം. എന്നിട്ട് 30 എടുക്കുക, FPS 30 എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നമുക്കൊരു ബ്ലാക്ക് എടുക്കാം, ബ്ലാക്ക്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. എന്നിട്ട് 30 ഫ്രെയിംസ് ഉണ്ടോ? ഉണ്ട്. 30 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 90 ഫ്രെയിംസ് ആണ് വരുന്നത്. ഓക്കെ, അതായത് 3 സെക്കൻഡ് 30 ഫ്രെയിം പെർ സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ എത്രയാണ്? 3 3 എത്രയാണ്? 9. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി ചെയ്യേണ്ടത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവാസ് ഒരു ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. അപ്പം ഞാൻ ടൈറ്റിലെന്ന് മാത്രമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കും. ശേഷം നമുക്ക് കളർ സെറ്റ് ചെയ്യാം, വൈറ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് നേരെ തിരിച്ച് വരിക. ഇവിടെ ഒബ്ജക്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതെടുക്കുക. ശേഷം നമുക്കൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനൊരു URW എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഇവിടെ ഉണ്ട്, URW. എന്നിട്ട് ബുക്ക് മാൻ എന്ന് പറയുന്നൊരു ഫോൾഡറാണ്. അപ്പോൾ ഇതാണ് ഒരു പറ്റിയ ഫോണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് അലൈൻ ചെയ്യാം. ശേഷം നമുക്ക് ക്യാൻവാസിലൊന്ന് അലൈൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒറിജിൻ ഉണ്ട്. ഈ ഒറിജിൻ വന്നിട്ട് സെൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മാനുവലായിട്ട് നിങ്ങൾക്ക് ഈ ഒറിജിൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് ടെസ്റ്റ് നമുക്ക് അലൈൻ ചെയ്യാം. ക്യാൻവാസിൽ നമുക്ക് സെൻറ്റർ അല്ല. അപ്പോൾ വ്യൂ എടുക്കുക, ഡോക്സ് എടുക്കുക, അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് അലൈൻ ഹൊറിസോണ്ടൽ സെൻറ്റർ ഉണ്ട്, അലൈൻ വെർട്ടിക്കൽ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് കുത്തനെയും നെടുകയായിട്ട് കറക്റ്റ് സെൻറ്റർ ആവുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ലെയർ സെലക്ട് ചെയ്യാം. കീബോർഡിൽ S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതല്ലേ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്കെയിലായി. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, റാസ്റ്റർ എഫക്ട്സിനകത്ത് ഇല്ല, അവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഫിൽറ്റേഴ്സ് എന്നൊരു അഡീഷണൽ ഓപ്ഷൻ വരും. അവിടെ RGB സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അതെടുക്കുക. ശേഷം റാസ്റ്റർ എഫക്ട്സ്, ഇവിടെ ഒരു ആരോ ഉണ്ട്, ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കൂടുതൽ എന്തൊക്കെ ഓപ്ഷൻസ് വരുന്നത് അതൊക്കെ നമ്മളെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ റാസ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. ഇവിടെ RGB സ്പ്ലിറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആനിമേഷൻ നടത്താം. ഇവിടെ നമുക്ക് റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ, ബ്ലൂ ചാനൽ. ഇത് XY കോർഡിനേറ്റിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ കണ്ടില്ലേ, ഈ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഇതിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നി, ഇതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് 3 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തത്. അതായത് റെഡ് ചാനൽ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും ഒക്കെ പറ്റും. അതായത് 0 എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ് അർത്ഥം. അതായത്
എല്ലാം 0 ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം വാല്യൂ ഒന്നാക്കാം. അപ്പം ഇവിടെ നമുക്ക് 2 ലെയർ മതി ഈ ഒരു ആനിമേഷന് വേണ്ടി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെഡ് ചാനൽ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സയൻ കളർ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ ലെയർ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആക്ഷൻസ് എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എന്നിട്ട് നേരെ റാസ്റ്റർ ഓപ്ഷനകത്ത് ഇല്ല, ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുക, റാസ്റ്റർ ഓപ്ഷൻ ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെഡ് ചാനലാണ് ഓഫ് ചെയ്തത്. ഈ പ്രാവശ്യം ഗ്രീൻ ചാനലും ബ്ലൂ ചാനലും ഓഫ് ചെയ്യാം, എന്നിട്ട് റെഡ് ചാനൽ ഓൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് റെഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് 2 പേർക്കും മിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ SRC ഓവർ എന്ന് പറഞ്ഞൊരു എളുപ്പമുണ്ട്, എന്താ സോഴ്സ് ഓവർ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ അർത്ഥം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ടൈറ്റിൽ വൈറ്റ് കളറായിരുന്നു, അത് തന്നെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇനിയാണ് മാജിക് കാണാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ആരോ ഉണ്ട്, അതിലെടുക്കുക, ട്രാൻസ്ഫോം ചെയ്യില്ല, ഈ ട്രാൻസ്ലേഷൻ ഒന്ന് മാറ്റുക. കണ്ടില്ലേ, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൗസ് ഒന്ന് മൂവ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കണ്ടില്ലേ നമ്മുടെ ആ ആനിമേഷൻ, നമ്മൾ ഉദ്ദേശിച്ച ആനിമേഷൻ വരുന്നതായിരിക്കും. എന്നിട്ട് Ctrl Z പ്രസ് ചെയ്യാം അൺഡു ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആനിമേഷൻ, ഒരു ബേസിക് ആനിമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ഏകദേശം 40 ഫ്രെയിമിൽ വരാം. ശേഷം ഇവിടെ ഒരു ഡോട്ട് കണ്ടില്ലേ, ഈ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് മുന്നോട്ടില്ല, അതായത് ഈ വെർട്ടിക്കലായിട്ട് വന്നിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് കുറച്ച് മുന്നോട്ടില്ല. എന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലേ. അതല്ലാതെ തന്നെ ലെയർ സെലക്ട് ചെയ്തിട്ട് G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ മൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. ഇപ്പം നമുക്ക് ആദ്യം വന്നിട്ട് ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് തിരിച്ചിതാ ഇങ്ങനെ വരണമെന്നാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഫ്രെയിം സെലക്ട് ചെയ്യുക, എന്നിട്ട് Ctrl C പ്രസ് ചെയ്യുക, അപ്പോൾ അത് കോപ്പി ആവും. എന്നിട്ട് ഈ വെർട്ടിക്കൽ ലൈൻ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിടുക. എന്നിട്ട് Ctrl V പ്രസ് ചെയ്യുക, Ctrl V പ്രസ് ചെയ്യുക, അപ്പോൾ അത് പേസ്റ്റ് ആകുന്നതായിരിക്കും. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, കണ്ടല്ലേ, അത്രേ ഉള്ളൂ. ഇതിന് കൂടുതൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇവിടെ നമ്മുടെ ഗ്രാഫ് എഡിറ്റർ ഉണ്ട്, അതെടുക്കുക, ഗ്രാഫ് എഡിറ്റർ എടുക്കുക. സാധാരണ ഈ ഗ്രാഫ് എഡിറ്റർ എടുത്താൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഗ്രാഫ് ഓൺ ചെയ്യണം. ഗ്രാഫ് ഓൺ ചെയ്തു, ഇതാ ഇവിടെയാണ് റൈറ്റ് ക്ലിക്കിൽ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഗ്രാഫ് പോലെ കാണിച്ചിട്ടുണ്ട്, അതാണ് ഗ്രാഫ്. അപ്പം അതെടുക്കുക. അപ്പം ഇതാ ഈ ഇത്രയും കീ ഫ്രെയിം സെലക്ട് ചെയ്യാം. നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ല, നമുക്ക് ചെറിയൊരു ഇടവിട്ട് പോകുന്ന വരകൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ, ഒരു ബോക്സ്, ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കൊടുത്തു, സെലക്ട് ചെയ്തു, ഇതാ ഈ ഒരു ഓപ്ഷൻ എടുത്തു. ഇതാ ഞാനൊരു ബേസിക്കാണ്, അതായത് ഇത് ഫാസ്റ്റിലാണ്, ഇത് പെട്ടെന്ന് മൂവ് ചെയ്ത് മാറിയിട്ട് പെട്ടെന്ന് വന്ന് കയറുന്നതായിട്ടാണ് ആനിമേഷൻ. അപ്പോൾ ഇത് ഇച്ചിരി മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 ഫ്രെയിം ആക്കാം. നമുക്ക് ഫ്രെയിമിൻ്റെ എണ്ണം കുറച്ചുകൂടി കുറയ്ക്കാം, ഫ്രെയിംസ് വന്നിട്ട് 60 ആക്കാം. അപ്പം കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യം കാണാൻ പറ്റും, കണ്ടില്ലേ. ഇതാ ഇവിടെ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാതെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്, കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ആനിമേഷൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ സ്കെയിലിംഗ് ഉണ്ട്, ഇവിടെ സ്കെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ കീ ഫ്രെയിം ആഡ് ചെയ്തു. ഗ്രാഫ് ഓഫ് ചെയ്യാം, ഗ്രാഫ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കീ ഫ്രെയിം കാണുന്നതായിരിക്കും. എന്നിട്ട് കണ്ടേ നമുക്ക് ആ സ്കെയിലിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം, കണ്ടില്ലേ. ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കീ ഫ്രെയിം കോപ്പി ചെയ്തിടുക. മാനുവലായിട്ട് നിങ്ങൾ ആ ഒരു ഇത് ടൈപ്പ് ചെയ്യാതിരിക്കുക, കാരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം വെറുതെ പോകത്തുള്ളൂ. അതിന് നല്ല ഒരു കീ ഫ്രെയിം കോപ്പി ചെയ്തിട്ടോട്ട് ഇവിടോട്ട് ഇടുന്നതാണ് നല്ലവരെ. ഇനിയും ഗ്രാഫ് ഇല്ല, ഗ്രാഫ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു നേരെയുള്ള ലൈനായിട്ടാണ്, ഒന്നും കാണുന്നില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഒത്തിരി അങ്ങ് അകലെ നിൽക്കുകയാണ്. നമുക്ക് സൂം ചെയ്യാനായിട്ട് കീബോർഡിലെ Ctrl പ്രസ് ചെയ്തുകൊണ്ട് മൗസിലെ വീല് മുന്നോട്ട് ഉരുട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിക്കും ഇതാ ഇങ്ങനെ ഒരു സംഗതിയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുത്തു. നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിനകത്തൊക്കെ ആണ് വരുന്നെങ്കിൽ ഏകദേശം ഈസെന്നും ഒക്കെയാണ് ഇതിന് പറയാറുള്ളത്, ഇങ്ങനെ ചെയ്യുന്നതിന്, അതായത് ഇങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം നമ്മളൊരു ഉദ്ദേശിച്ച ഒരു ആനിമേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോസ് ആഡ് ചെയ്യാം. ഇതല്ലാതെ ഇതിനകത്ത് ഷിയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷിയർ ചെയ്യുമ്പം നമുക്ക് നോക്കാം എന്താണ് ഷിയർ എന്നാണ് തോന്നുന്നത്, കണ്ടില്ലേ. നമുക്ക് ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ആനിമേഷൻ വേണം, ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ഒരു ആനിമേഷൻ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷിയറിങ് വരണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറ്റും. ഓക്കെ, എന്നിട്ട് കീ ഫ്രെയിം കോപ്പി ചെയ്തു, സെലക്ട് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ട് രീതിയിൽ ആനിമേഷൻ എടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ സിമ്പിൾ ഗ്ലിച്ച് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഗതി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാന്നേ ഉള്ളൂ. അപ്പം ഷിയറിങ് വന്നു, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഷിയറിങ് ഇവിടെ വന്നിട്ട് ഒരു 0 ആണ് വേണ്ടത് കേട്ടോ, 0 വാല്യൂ. അപ്പം നമുക്ക് ആദ്യത്തെ വാല്യൂ 0 ആകണം. ഇവിടെ എത്തുമ്പോൾ ഒരു വാല്യൂ ചേഞ്ച് മതി, ഒത്തിരി വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനിയും പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ RGB സ്പ്ലിറ്റ് എന്ന് പറയുന്ന ആനിമേഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിത്രത്തിലും ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുക. അത് മാത്രമല്ല, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ പ്ലഗിന് വന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പ്ലഗിൻസ് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ടെക്സ്റ്റ് എഡിറ്ററോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അതിനകത്ത് മാറ്റം വരുത്താവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ ഒരു ആനിമേഷനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ പ്ലഗിൻസ് ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ റെൻഡർ ചെയ്യുന്നത് നോക്കിയില്ല. എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്. മുകളിൽ ചില സീനകത്ത് അവിടെ ആഡ് ടു റെൻഡർ ക്യൂ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ റെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെല്ലാം, സീൻ 0 എന്ന് പറയുന്ന ഓപ്ഷനാണ്, അത് എടുക്കുക. സീൻ 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ക്യാൻവാസ് ഓർക്കുമ്പോൾ ഒരു പേര് കൊടുക്കാനുണ്ട്, സീനിൻ്റെ പേര് കൊടുക്കാനെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സെറ്റിങ്സ് എടുക്കുക, ക്ലിക്ക് കൊടുക്കുക, വീഡിയോ എടുക്കുക, ഇമേജ് സീക്വൻസ് ആണ് ആദ്യം കിടക്കുന്നത്. നമുക്ക് ഒരു മൂവ് ഫയൽ എടുക്കാം. മൂവ് ഫയൽ നമുക്ക് ബിട്രേറ്റ് കൂട്ടിയിടാം. ബിട്രേറ്റ് കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടും, ബിട്രേറ്റ് കുറയുന്നതനുസരിച്ച് ക്വാളിറ്റി കുറയും. അതെപ്പോഴും നമ്മൾ ഓർത്തിരുന്നോണം കേട്ടോ. ഇത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ബിട്രേറ്റ് അല്പം കൂട്ടിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് റെൻഡർ ചെയ്യാം. എവിടെ സേവ് ചെയ്തിടാം? നമുക്കൊരു ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് വളരെ ബേസിക് ഒരു ആനിമേഷനാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ഡെസ്റ്റിനേഷൻ. ഇവിടെ റെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, റെൻഡർ കൊടുക്കാം. അതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്നാലും അത് റെൻഡർ ആവുന്നതായിരിക്കും. നമുക്കിത് മിനിമൈസ് ചെയ്യാം, നമുക്ക് നോക്കാം അത് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ സേവ് ചെയ്തത്. ഓപ്പൺ കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഓഡിയോയും വേണമെങ്കിൽ ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഫീൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഗ്ലിച്ച് കൂടി എടുക്കുകയാണെങ്കിൽ, പിന്നെ ഞാൻ ഈ അടുത്ത് ആയിട്ട് കുറച്ചുകൂടി റാൻഡമായിട്ടുള്ള ഗ്ലിച്ചുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും അത് പൂർണ്ണമാകുമ്പം ഞാൻ തീർച്ചയായിട്ടും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ പുതിയ പ്ലഗിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്.